പൗരത്വ ഭേദഗതി നിയമം ഈ നാട്ടിൽ വന്നു. കുറച്ചെങ്കിലും ഞാനും ചിന്തിച്ച ഒരാളാണ്, ഇത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റം. ഞാനൊന്ന് BJP-കാരനല്ല. കാരണം എൻ്റെ മസ്തിഷ്കത്തിലേക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള നരേന്ദ്രമോദിയെക്കുറിച്ചും BJP-യെക്കുറിച്ചുമുള്ള എൻ്റെ മനസ്സിലെ ചിന്തകൾ അങ്ങനെ ചിന്തിക്കാനാണ് എന്നെയും പ്രേരിപ്പിച്ചത്. ഞാൻ അങ്ങനെ ചിന്തിച്ച ആളാണ്. പക്ഷേ കാലം കടന്നുപോയില്ലേ. പൗരത്വ ഭേദഗതി നിയമം കൊണ്ട് ഇവിടെ നടപ്പിലായി. ഇന്ത്യ ഒട്ടാകെ പ്രക്ഷോഭം നടന്നു. പക്ഷേ അവിടെ ഒരാൾ ഒരു തീരുമാനമെടുത്തല്ല നടപ്പിലാക്കാൻ ചങ്കുറ്റമുള്ള ആളാണ് അവിടെ ഇരിക്കുന്നത് എന്നതുകൊണ്ട് അത് പാസ്സായി കാലങ്ങൾ കടന്നുപോയി. ഇത്ര നാൾ കഴിഞ്ഞിട്ടും ഏതെങ്കിലും ഒരു ഇസ്ലാം സഹോദരനെ അതിൻ്റെ പേരിൽ 22% ഇസ്ലാം സഹോദരങ്ങൾ തിങ്ങി മസിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തുനിന്ന് ഒരേ വ്യക്തിയെങ്കിലും അതിൻ്റെ പേരിൽ ഈ രാജ്യത്തു നിന്നും പുറത്താക്കുന്ന സാഹചര്യമോ ഈ രാജ്യത്തു നിന്നും പൗരത്വം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായോ? ഇല്ലെന്ന് മാത്രമല്ല, പൗരത്വ ഭേദഗതി നിയമം വഴി ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി പൗരത്വം ലഭിച്ചത് ഈ ഒരു ഇസ്ലാം സഹോദരനാണ്. നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ. അത് മാത്രമല്ല, ഈ വിശേഷം പറയുന്ന ഈ സഹോദരങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ടത്, നമ്മുടെ ചുറ്റുവട്ടമുള്ള രാജ്യങ്ങളുണ്ടല്ലോ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്ന് വേണ്ട ഈ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ചാൽ ഇത്രയേറെ സമാധാനപരമായി ഇസ്ലാം സഹോദരങ്ങൾ ജീവിക്കുന്ന രാജ്യം നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണ്. അല്ല, പറയട്ടെ, മറ്റൊരു രാജ്യം പറയട്ടെ, സമാധാനമായി സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന മറ്റൊരു രാജ്യം പറയട്ടെ. സൗദി അറേബ്യ, മക്ക ഇരിക്കുന്ന, മദീന ഇരിക്കുന്ന രാജ്യമാണ് അല്ലേ? ആ രാജ്യത്തെ ഭരണാധികാരികൾ തുറന്നെതിർക്കുന്ന ഒരു സംഘടനയാണ് ഹമാസ്. അതിനെയും അനുകൂലിക്കുന്നവരാണ് കേരളത്തിലുള്ളതെന്ന് പറയുമ്പോൾ ഇവർ ശരിക്കും ഇസ്ലാം അനുകൂലമല്ല. ഇവരുടെ ലക്ഷ്യം ഇസ്ലാമിനോടുള്ള സ്നേഹമല്ല. ഇവർ രാജ്യവിരുദ്ധ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുകയും ഈ രാജ്യത്തിന് വിരുദ്ധമായവരെ എന്തു കാണിച്ചിട്ടാണെങ്കിലും ഇപ്പൊ തോട്ട് മേടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി ഇവർ നടത്തുന്ന ഈ നാടകങ്ങളെ ഇനി ചെറുത്തു തോൽപ്പിച്ചേ മതിയാവൂ. കാരണം ഇന്ന് വരെ ഇവർ പറഞ്ഞിരുന്നത് രാഷ്ട്രീയമാണെങ്കിൽ ഇപ്പോൾ പറയുന്നത് അരാഷ്ട്രീയമാണ്. രാഷ്ട്രവിരുദ്ധമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും, കേരളത്തിലെന്നല്ല രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിയും കേരളത്തിലെ CPM-ഉം മുമ്പോട്ട് പോകുന്നത്. ഇത് BJP-ക്ക് വേണ്ടിയുള്ള യുദ്ധമല്ല, ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടിയുള്ള യുദ്ധമല്ല. ഞങ്ങൾ ഈ യുദ്ധം ഏറ്റെടുത്തപ്പോൾ, നമ്മൾ ഈ സമരം ഏറ്റെടുത്തപ്പോൾ ഇത് ഈ രാജ്യത്തിന് വേണ്ടിയുള്ള, ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ഈ രാജ്യം എപ്പോഴും നാഴികയ്ക്ക് 40 വട്ടം, ഇപ്പൊ 24 മണിക്കൂർ ഇങ്ങനെ ഒരു പുസ്തകം കൈപ്പിടിച്ചിട്ടുണ്ട്. ചേട്ടത്തി, അനിയത്തി, ആങ്ങളെയും പെങ്ങളും എപ്പോഴും ഉണ്ട്. ഇന്നലെ ആ സമരത്തിന് പോയിട്ട്, ഹരിയാനയ്ക്ക് പോയിട്ട് അവിടെ പൊക്കി പിടിച്ചേക്കുന്നുണ്ട്. ഇതാണ് ഇത് തുറന്നു നോക്ക്, അറിയാമെന്നറിയത്തില്ല. തുറന്നു നോക്കിയിട്ടുണ്ടോന്ന്? അത് തുറന്നു നോക്കിയാൽ അവർക്ക് മനസ്സിലാകും. അതിനകത്ത് ആർട്ടിക്കിൾ 300A അല്ലേ സാറേ, പ്രോപ്പർട്ടി റൈറ്റ് ടു പ്രോപ്പർട്ടി അല്ലേ, 300A. അതൊന്ന് തുറന്നു നോക്കിയിട്ട് ആ 300A ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. എന്തുകൊണ്ട് വഖഫ് നിയമം അമെൻഡ് ചെയ്യാൻ നരേന്ദ്രമോദി തീരുമാനമെടുത്തു എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ കയ്യിലിരിക്കുന്ന ആ പുസ്തകം ഒന്ന് തുറന്നു നോക്കിയാൽ മതി, മനസ്സിലാവും. ഒരു രാജ്യത്തെ ഭരണഘടനയ്ക്ക് മുകളിൽ അധികാരം നൽകിക്കൊണ്ട് രാജ്യത്തെ സിവിൽ കോടതികൾക്ക് അധികാരമില്ലാതെ ഒരു നിയമം ഒരു രാജ്യത്ത് നിലനിൽക്കുകയാണ്. 1 2 3 11 വർഷമായി. ആ കാര്യത്തിൽ നമ്മുടെ പാർട്ടിയുടെ അഭിപ്രായം, ഇത്ര നാൾ ഇത് വെച്ചോണ്ടിരുന്നതിന് അഭിപ്രായ വ്യത്യാസം പറയേണ്ടതായിട്ടുണ്ട്. ഇത്ര നാൾ ഇത് വെച്ചോണ്ടിരുന്നതിന് ഇപ്പോഴെല്ലാം നിയമനിർമ്മാണം അല്ലെ ഈ ബില്ലിനെ കുറിച്ചുള്ള ചർച്ച ആരംഭിച്ചിട്ട് വർഷങ്ങളായി, ഇപ്പോൾ വന്നു എന്നുള്ളൂ. ഞാനൊരു തമാശയായിട്ട് പറഞ്ഞതാണ്.